ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഉള്ളത് തേംസിൽ തന്നെയാണ്. നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ തേംസിൽ ഞങ്ങൾ വേറൊരു അനിമൽസിനെ ഒക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ട് കേട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിയില് നമ്മുടെ വഴിയിൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു. അപ്പം ഇവിടെയാണെങ്കിൽ ഇത് മെയിനായിട്ടും ചെടികളാണ്, പൂക്കളുടെ ചെടികളാണുള്ളത്. അപ്പൊ അതിന് $5 ഒരു വിത്ത് നമുക്ക് ചെടിച്ചട്ടി കൂടി കിട്ടും. അപ്പൊ ഇവിടെ ആരും ഇല്ല, ഈ സ്ഥലത്ത് ആരും ഇല്ല. അപ്പം അവിടെ ഒരു സ്ഥലം വെച്ചിട്ടുണ്ട് നമുക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് പൈസ ഇട്ടിട്ട് നമുക്ക് ചെടി എടുത്തിട്ട് പോവാം. അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. അപ്പം ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ പറ്റിക്കാൻ നിൽക്കരുത്. ആരും പറ്റിക്കില്ല, അതന്നെ വേറൊരു സംഭവം. പിന്നെ അപ്പൊ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് $5 ആണ് ഒരു ചെടിക്കുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ചെടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് അതിനകത്തോട്ട് പൈസ ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെടി എടുത്തിട്ട് പോവാം. അപ്പൊ ഇവിടെ ഇറങ്ങുന്ന സ്ഥലത്ത് നല്ല ചെളിപിള് എന്നാണ് കിടക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ഇറങ്ങിയ ഒരു സ്ഥലമാണ്. അപ്പൊ മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പൊ നമുക്ക് അപ്പുറത്ത് കൂടെ പോയിട്ട് നോക്കി നോക്കാം അവിടെ എന്തൊക്കെ ചെടി ഉണ്ട്. നല്ല പൂക്കളുടെ ചെടിയാണ് നമുക്ക് വാങ്ങിക്കാം. ഇങ്ങനത്തെ സെൽഫ് ബിസിനസ് നല്ലല്ലേ നമുക്ക്? പിന്നെന്താ, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചെയ്താ പോരാ? കുറച്ച് സാധനം വിൽക്കാൻ വെക്കാൻ ആവശ്യമുള്ളവർ എടുക്കുക. അത് പക്ഷെ എന്താ പറയാ, നല്ലതായിട്ട് എടുത്തിട്ട് പോണം. പൈസ വേണമെന്നാ പൈസ. ഇത് പൈസയുടെ ബോക്സ്. ഇത് ലോക്ക് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇവിടെ എന്ത് ചെടി ഉള്ളേന്ന്. പക്ഷെ ഇറങ്ങി പോണ സ്ഥലം നന്നായിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഓരോന്നിനും അവര് ചെടിയുടെ പേര് ഏതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എളുപ്പമാണ് ഇതിനകത്ത്. ഇത് ഗോൾഡൻ ക്വീൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇത് പേര് പോയി. ഇത് ഏതാ? നല്ല ഭംഗിയുണ്ടല്ലോ അല്ലെ? ഇതെന്തോ ഒരു കവറ്, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറച്ചും കൂടി ഇങ്ങനെ എവിടെ പക്ഷെ അത് നല്ല ഭംഗിയുണ്ട്. ഇത് എന്ത് നമ്മുടെ നാട്ടിലെ അപ്പൂപ്പൻ 5 പൈസ തന്നില്ലെങ്കിൽ ഞാൻ അപ്പൂപ്പന്റെ തല ഞാൻ വെട്ടിക്കളയെന്ന് പറഞ്ഞിട്ട് ആ സാധനമാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇത് കുറച്ചും കൂടി ഇഷ്ടമായി. ഇത് കുറച്ചും കൂടി പടരണ ഒരു ചെടിയാന്ന് തോന്നുന്നു അല്ലെ? നല്ല കരുത്തുണ്ട്. ഇത് ഇവിടെ വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായി ഇവിടെ ഇങ്ങനെ ഇരിക്കണേ തോന്നുന്നു. ആരും വന്ന് പൈസ എനിക്ക് ഈ ചെടികൾ ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ചും കൂടി പടർന്ന ചെടികളാ. അത് കുറച്ചും കൂടി കരുത്തുണ്ട് അതിന്. അതൊക്കെ എന്താണ്, ഏത് ചെടിയാന്ന് നല്ല പൂക്കൾ ഉണ്ടാവണം അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. ഇതിനും കരുത്തുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ തന്നെ ചിലപ്പോ നമ്മുടെ വല്ല ചെടിച്ചട്ടിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. താഴത്തും എന്തൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? നല്ല സ്ഥലം. ഇത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മള് ഇതിപ്പോ ഇവിടുന്ന് വാങ്ങിച്ചാലും നമ്മൾ കൊണ്ടുപോയിട്ട് ചെടിച്ചട്ടിയിലേക്ക് മാറ്റേണ്ടി വരും. അത് കുഴപ്പമില്ല, എനിക്ക് ഇത് കുറച്ച് ഇഷ്ടമായി. നിങ്ങൾ പടരണത് പൂവൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് ഇങ്ങനെ പടർന്ന് അതിന് നല്ല കരുത്തുള്ള വേരുണ്ട്. അങ്ങനെ പിടിക്കും നമുക്കറിയാം. നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നന്നായിട്ട് ഒന്നിങ്ങനെ സ്പ്രെഡ് ആവുമായിരിക്കും. നമുക്ക് കൊണ്ടുപോയി നമ്മുടെ പുറകു സൈഡിൽ വെച്ച് നോക്കാം. പക്ഷെ ആരും എടുത്തുകൊണ്ടൊന്നും പോകരുതല്ലേ. അപ്പൊ ഞങ്ങള് ആ ചെടി വാങ്ങിച്ചു. $5 ഉള്ളൂ. അപ്പൊ ഞങ്ങളത് വാങ്ങിച്ചു. അപ്പൊ ഇനി ഞങ്ങൾ വണ്ടി കയറാൻ പോയി. ഇവിടെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിള്ളേരെ ആയാലും കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മള് ബുക്കുകളോ സാധനങ്ങളൊക്കെ ഇപ്പം ഈവൻ നമ്മൾ ഉപയോഗിച്ച പെൻസിൽ വരെ നമ്മൾ കളയുന്നതിനും മുന്നേ എന്താ പാട്ടി കിടന്നു നമ്മ കാണിക്കില്ല വാട്ടി കിടന്നു. അപ്പം ബുക്കുകളും പെൻസിലുകളൊക്കെ നമ്മൾ കളയും ഭയങ്കരമായിട്ട്. എല്ലാ സാധനങ്ങളും നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങൾ നമ്മൾ കളയും. അതുപോലെ തന്നെ ഡ്രസ്സുകളാണെങ്കിലും നമ്മൾ കളയേണ്ട ഒരു ശീലം എനിക്ക് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പിള്ളേരുകള് എന്ത് ചെറിയ സാധനമാണെങ്കിലും കുഞ്ഞൊരു എന്താ പറയാ, നമ്മുടെ നാട്ടിലെ അരിസ്കായില്ലേ, ഗോട്ടിക്കായൊക്കെ, അതുവരെ പിള്ളേർ കളയില്ല ഒന്നും. എല്ലാം ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ സെയിലിന് വേണ്ടി പുറത്തിരിക്കും. കുഞ്ഞു സാധനങ്ങളായിരിക്കും. ചിലപ്പോൾ $1 ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡ്രസ്സുകളാണെങ്കിലും വീട്ടിലുണ്ടാവുന്ന നാരങ്ങ, വീട്ടിലുണ്ടാവും. നമ്മളൊക്കെ ആണെങ്കിൽ എന്നിട്ട് നമ്മൾ ചാമ്പയ്ക്കൊക്കെ കുറെ വീഴുമ്പോൾ നമ്മളതിങ്ങനെ നിലത്ത് വീണ് പോകും. പിള്ളേർ അതൊക്കെ പറക്കിയിട്ട് പുറത്തിങ്ങനെ വഴിയിലിരിക്കും. അവർക്ക് ചിലപ്പോൾ $1 ആയിരിക്കും കിട്ടുന്നത്, പക്ഷെ അത് ഒരു രസം. അതുപോലെ നമ്മുടെ പഴയ ഡ്രസ്സുകളൊക്കെ നമ്മളിങ്ങനെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗാരേജിൽ ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും അത് വിൽക്കും. കുഞ്ഞു കമ്മലുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പഞ്ചാബീസിന്റെ ഫാമിലിയിൽ പോയിട്ട് കുറെ കമ്മലുകൾ വാങ്ങിച്ചായിരുന്നു. അത് ഞാൻ ഇന്നലെ ആ കമ്മലിട്ടിട്ടായിരുന്നു ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തത്. അങ്ങനെ പിള്ളേര് കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അവര്.
അവര് തന്നെ വീട്ടിലുണ്ടാവുന്ന എല്ലാ സാധനങ്ങളും അവര് തന്നെ വിറ്റ് അവര് കുറച്ച് പൈസ ഉണ്ടാക്കും. ചിലപ്പോ പിള്ളേര് വല്ല പയ്യോ അതൊക്കെ ആയിരിക്കും വാങ്ങിച്ച് തിന്നണത്. പക്ഷെ എന്നാലും കുറച്ചും കൂടി അവർക്ക് അങ്ങനത്തെ ഒരു കപ്പാസിറ്റി കൂടുതലല്ലേ. ആ നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോഴും ഞാൻ എന്റെ ഒരു ഇതാണ്, കടയിലേക്ക് തന്നെ വിടാനായിട്ട് എനിക്ക് പേടിയായി. ഇവിടെയുള്ള പിള്ളേരുകൾ കടയിൽ പോവും, എല്ലാ സാധനങ്ങളും അവർ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരണ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഒരു മിക്സ്ഡ് ആയിട്ട് നമ്മൾ വളർത്തി, കുറച്ച് നാൾ നാട്ടില്, കുറച്ച് നാൾ ബഹ്റൈനില്, കുറച്ച് നാൾ ന്യൂസിലാൻഡില്. അതുകൊണ്ട് നമ്മൾ ഇതുവരെയും എവിടെയും ഒരു എന്താ പറയാ ഇന്ന പോണുണ്ട്. എന്നാലും എനിക്ക് കുറച്ചും കൂടി പേടി. ഞാൻ ഒരു പെർഫെക്റ്റ് ഇന്ത്യൻ മാമോ അങ്ങനെ. അപ്പൊ നമ്മള് ചെടിയുടെ പരിപാടി നല്ലതാട്ടാ. ഒരാളും വേണ്ട, ഒന്നും വേണ്ട, ഒരു ബോക്സ് മാത്രം ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ പിന്നെ ആർക്ക് വേണമെങ്കിലും ചെടി വാങ്ങിക്കാം. ചെടി പൈസ കൊടുക്കാണ്ട് എടുത്തിട്ട് പോയാലോ. ചിലപ്പോ ആരെങ്കിലും നോക്കണൊക്കെ ഉണ്ടാവും, ദൈവം കാണുന്നുണ്ടെന്ന്. പക്ഷെ ആരെങ്കിലും ചെയ്യില്ല, അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തിനാ ഒരു $5 വേണ്ടി പറ്റിച്ചിട്ട് നമുക്ക് അപ്പുറത്ത് പറ്റിക്കില്ല. പിന്നെ അങ്ങനെയല്ല, പറ്റിച്ച് ജീവിക്കണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് $5 ഇവിടെ പോയാ $500 അപ്പുറത്ത് ദൈവം കൊണ്ടുപോകുന്ന് പറയില്ലേ. പറ്റിച്ചു കഴിഞ്ഞാ ഉള്ള ജീവിതം ഒരു ഇച്ചിരി ഉള്ളൂ. അത് സന്തോഷമായിട്ട് മനസ്സമാധാനത്തിൽ ജീവിക്കാം. നമ്മളൊരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. തോറ് നാരങ്ങ ഉണ്ടായി നിക്കണേ സീസണാണ്. നാരങ്ങ, ഓറഞ്ച്, മറ്റേ നമ്മുടെ നാട്ടിൽ പറയുന്ന മുസമ്പി, അതിന്റെയൊക്കെ സീസൺ എല്ലാം അവിടെയും. പക്ഷെ ഇവിടുത്തുകാരൊന്നും പൊട്ടിക്കൂല അല്ലേ. ഞാനൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവണവരുണ്ടാവണ്ട, ആരും നോക്കണില്ല, നിലത്ത് കിടക്കണം. അച്ചാറിടാൻ വേണ്ടിട്ട് അതിന് അച്ചാറിടണം. അത് ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോ? അച്ചാറ് നാരങ്ങയും ഡേറ്റ്സും കൂടിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ചെറുതായിട്ട് നമ്മള് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് കാണിക്കാനൊരു കുഞ്ഞൊരു വീഡിയോ. അപ്പൊ ഇത്രേ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.